ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഡാഷ്ഡ് ലൈൻ എന്നുള്ള ഭാഗം അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ രീതിയിലുള്ള ലൈനായിട്ട് മാറും കേട്ടോ, സാധാരണ ലൈനായിട്ട് മാറും. അടുത്ത ഓപ്ഷൻ ഇതിൽ നിന്ന് എന്താ നോക്കാം, അതാണ് ഏരോ ഹെഡ്സ്. തീർച്ചയായിട്ടും ഈ ഓപ്പൺ ഒബ്ജക്റ്റുകൾക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ്, ഓപ്പൺ ഹെഡിന് മാത്രമുള്ളതാണ് ഈ ഏരോ ഹെഡ്സ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് ഹെയർ ഹെഡ് സർക്ക് ചെയ്യുന്നതല്ല. ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ഏരോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് നിങ്ങൾ വഴിയെ പഠിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ള തരത്തിലുള്ള ഏരോസ് ക്രിയേറ്റ് ചെയ്തൊക്കെ. എന്നാലും സ്ട്രോക്ക് ബേസ് ചെയ്തിട്ടുള്ള ഈ സ്ട്രോക്ക് പാലറ്റിലൂടെ ഏരോ ക്രിയേറ്റ് ചെയ്യാം, രണ്ട് ഭാഗത്തും ഏരോ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഏരോയെ സ്വാപ്പ് ചെയ്യാനായിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റാനുള്ള ഒരു ബട്ടണാണ് ഈ കാണുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാം. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും റൊട്ടേറ്റ് ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ആവശ്യമായ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാനെല്ലാം സാധിക്കും. ഇത് കൂടാതെ ഇതിന്റെ സ്കെയില് 100%. സ്കെയിൽ എന്ന് പറയുന്നത് ഇതിന്റെ വലുപ്പം, ഇതിനനുസരിച്ചിട്ടുള്ള വലുപ്പമാണ് ഈ കാണിക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ കൂട്ടിയും കുറച്ചും 100%-ലും വളരെ കുറഞ്ഞൊക്കെ ഇതിന് ഏരോസിന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ആവശ്യമായ രീതിയിൽ ഏരോ ഹെഡ് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇനി ഇവിടെ എന്താ പറയാ, സെലക്ട് ദ ഫാക്ടർ ടു എൻഡ് ദ ഏരോ. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ നമുക്ക് അലൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഈ ഏരോ ഹെഡ് കൊടുത്തിരിക്കുന്നത് മൊത്തം ലൈനിന്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ ഏരോ ഹെഡ് മൊത്തം ലൈനിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന് പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പൊ മൊത്തം ലൈൻ ലെങ്ത്തിന്റെ ഭാഗത്തിലാണ് ഏരോ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഏരോയെ പുറത്ത് കൊണ്ടുവരും. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് ഈ രണ്ട് ബട്ടണുകൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ബട്ടൺ ലിങ്ക് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഏരോ ഹെഡ്സ് എന്നുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ഏരോ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവയെ നമുക്ക് ഇപ്പോൾ 2 സ്കെയിലിംഗ് കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു സ്കെയിലിംഗ് ഒരു തരത്തിലുള്ള ഏരോന്റെയും ഒരു ഇടത് ഭാഗത്തുള്ളതിന്റെയും മറ്റൊരു വലത് ഭാഗത്തുള്ളതിന്റെയും. ഇനി ഈ രണ്ടിന്റെയും പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ സ്കെയിലിംഗ് ഒരുമിച്ച് നടത്താനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഈ ലിങ്ക്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മാറ്റം ഇത് ആനുപാതികമായിട്ട് മറ്റേ പോയിന്റിലും സംഭവിക്കുന്നതാണ് എന്നർത്ഥം. ഇത് കൂടാതെ മറ്റൊരു കൺട്രോൾ കൂടി ഈ എന്താ പറയാ സ്ട്രോക്ക് പാലറ്റിലുണ്ട്. പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ പാലറ്റിലൂടെ തീർച്ചയായിട്ടും യൂണിഫോം ലൈൻ, ഒരേപോലെയുള്ള ലൈനാണ് യൂണിഫോം ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ ലൈനിന്റെ വിവിധ തരത്തിലുള്ള ഇത് ഓപ്പൺ ഒബ്ജക്റ്റിന് ആണ് സാധ്യമാകുന്നത്. ഓക്കെ നോക്കാം കേട്ടോ. വിവിധ തരത്തിലുള്ള ഇത് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് മറിച്ച് ഇവിടെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഗതി ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിവിധ തരത്തിലുള്ള എന്താ പറയാ സ്ട്രോക്കിന്റെ രീതികളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇതെവിടെ കാണുന്ന ഏരോയില് ബ്രഷ് ലൈബ്രറീസ് മെനു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അതർ ലൈബ്രറി എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏരോ ഹെഡ്, സ്പെഷ്യൽ ഏരോസ്. അപ്പോൾ ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഏരോസ് കാണാൻ പറ്റും. ഇതിലെ ഓരോ ഏരോസും നമുക്ക് കൊടുക്കണ്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരോസ്. ഇനി ഈ ഏരോയിൽ തന്നെ കറുത്ത ഏരോകളുണ്ട്. കറുത്ത ഏരോകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള കളർ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഇവരുടെ തന്നെ, അതായത് ഇല്ലസ്ട്രേറ്റർ തരുന്ന കളർ ഏരോസ് ഉണ്ട് കേട്ടോ. കളർ ഏരോകൾ, ഈ കളർ ഏരോകള് കളർ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ ഇത് റെഡ് ഏരോ കളറ് മാറ്റാൻ പറ്റും. നോർമലി പറ്റാത്തത് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ കളറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ രണ്ട് കളറും ബ്ലാക്കും ഏരോസും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം. വിവിധ തരത്തിലുള്ള കളറുകളും ഏരോസ് എല്ലാം ശ്രദ്ധിച്ചു അതെല്ലാം അപ്ലൈ ചെയ്തും പരിശോധിച്ച് നോക്കാം. വിവിധ തരത്തിലുള്ള എന്താ പറയാ ലോഗോ എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും ഇതെല്ലാം പരിശീലിക്കാം, അതെല്ലാം പരിചയിക്കാം. ഇന്നടത്താണെന്നുള്ളത് ഉള്ള അറിവ് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ പാലറ്റുകളും ഡിസൈനുകളും പരിശോധിക്കേണ്ടതുണ്ട്. ഇത് കൂടാതെ അടുത്ത പാലറ്റിലേക്ക് പോകാനായിട്ട് ഇവിടെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം, അടുത്ത ലൈബ്രറി. അപ്പോൾ
വേറെയും കുറേ ഏരോസും കുറേ സംഗതികളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അതെല്ലാം പ്രാക്ടീസ് ചെയ്തു കണ്ടോ. ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാം കേട്ടോ. ചില ഡിസൈനുകളിലൊക്കെ ഇത്തരം ഏരോ സംഗതികളൊക്കെ സാധാരണഗതിയിൽ ആവശ്യമായിട്ട് വരാം കേട്ടോ. അതുപോലെ ഇതുപോലുള്ള ഏരോസ് പല ഡിസൈനുകളിലും നമ്മളിത് കണ്ടിട്ടുണ്ട്. വളരെ എന്താ പറയാ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കുറേ ഡിസൈനുകൾ ഇതുപോലെയുള്ള കുറേ ഏരോസും ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറേ ഡിസൈനുകളൊക്കെ നമുക്ക് പല ഈ കമ്പ്യൂട്ടർ ഡിസൈനുകളും മറ്റൊക്കെ കാണാൻ സാധിക്കും, വിവിധ കളറിലൊക്കെ കൊടുത്തിട്ട്. അപ്പൊ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒബ്ജക്റ്റ് പോലും വളരെയധികം സാധ്യതയുള്ളതും ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം സമയം എടുക്കും. അതേസമയം ഒറ്റ ക്ലിക്കിന് നമുക്ക് ഇതിവിടെ ലഭിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഇന്നടത്ത് ആണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സാധ്യമായത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒബ്ജക്റ്റുകളെ കുറിച്ചും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, സൈസ് ചെയ്ത് നോക്കുക, കളർ മാറ്റി കൊടുത്ത് നോക്കുക. പല രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലാണ് അവയുടെ പ്രധാന ഗുണങ്ങളും ഉപയോഗങ്ങളും പിന്നീടുള്ള അവസരങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.